പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെ തിരുവനന്തപുരത്ത് റോഡിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടിരുന്നുവെന്ന വാദവുമായി ബിജെപി നേതാവ് എം.എസ്. കുമാർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാന റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പ്രമേയം പാസായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയിലാണെന്നും എം.എസ്. കുമാർ വ്യക്തമാക്കി. റോഡ് വികസനത്തിന്റെ ഘട്ടത്തിലാണ് ബോർഡ് മാറ്റിയതെന്നും കുമാർ പറഞ്ഞു. പാലക്കാട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്ന ഈ അത്തരത്തിലൊരു പേരിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അങ്ങനെ പേരുള്ള റോഡ് തിരുവനന്തപുരത്ത് കുറെ കാലമായിട്ടുണ്ട്. 32 വർഷങ്ങൾക്ക് മുമ്പുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ വിവാദമൊന്നും മനസ്സിലാകുന്നില്ല. ഹെഡ്ഗേവാർ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവില്ല. നമുക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ള കാര്യം വേറെ. നമുക്ക് യോജിപ്പില്ലാത്ത ഏതെല്ലാം പേരുകൾ പലയിടത്തും വരുന്നത്. ഇപ്പോൾ ഇ.കെ. നായനാർ എന്നാണ് പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ പേര്, ഇ.കെ. നായനാർ പാർക്ക് എന്നാണ്. രാഷ്ട്രീയമായി നായനാരോട് ശത്രുത ഉണ്ടാവും, പക്ഷേ അങ്ങനെ ഒരു പേരിട്ടാലും ആർക്കും വിയോജിപ്പില്ല. ടാഗോർ ഗാർഡൻ ഉണ്ട്, ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഈ ഹെഡ്ഗേവാർ റോഡ് എന്നൊരു പേര് വന്നത് ഏത് വർഷമാണ്? 1989 ഹെഡ്ഗേവാറിൻ്റെ 100ാം ജന്മവാർഷികമാണ്. അത് നമ്മൾ കൊണ്ടാടിയപ്പോൾ സമയത്ത് ഈ പേര് വന്നു. അന്നത് കൗൺസിലിൽ അവതരിപ്പിക്കാൻ പോലും അന്നത്തെ CPM തയ്യാറായില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് നടന്നില്ല. പക്ഷേ 92-ൽ ഞാൻ ആ പ്രമേയം അവതരിപ്പിച്ചു, പാസ്സായി. അത് ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരുടെയും പിന്തുണയോടെ. ഞങ്ങൾ 5 അംഗങ്ങളുള്ള ഞങ്ങൾ വിചാരിച്ച പ്രമേയം പാസ്സാകില്ലല്ലോ. അവർ പിന്തുണച്ചു, അവരും കൂടെ വോട്ട് ചെയ്തിട്ടാണല്ലോ ഈ പ്രമേയം പാസ്സായത്. അല്ല, CPM എതിർത്തു. CPM വോട്ടിങ്ങും പറഞ്ഞു. CPM ഒരു നാമമാത്രമായ എതിർപ്പ്, അങ്ങനെ ഒരു വലിയ വാശിയോടുള്ള എതിർപ്പൊന്നും ഉണ്ടാക്കിയില്ല. അന്ന് അതിന് മുമ്പ് എന്തെങ്കിലും പേര് ആ റോഡിനുണ്ടായിരുന്നോ? അല്ല, നാട്ടുകാർ വിളിച്ച മേലെ തെരുവെന്ന് പറയുന്ന ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ആരും ഹെഡ്ഗേവാർ റോഡൊന്നും പറയുന്നില്ല, അത് വേറെ കാര്യം. ആ റോഡിൻ്റെ ഔദ്യോഗിക പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്നാണ്. അന്ന് കോർപ്പറേഷൻ അത് ബോർഡും വെച്ചിരുന്നു. ബോർഡ് റോഡ് വൈഡൻ ചെയ്തപ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർമാരെടുത്ത് മാറ്റി. അല്ല കാരണം ഒന്നുമില്ല. ബോർഡ് ഇനി വയ്ക്കണമെന്ന് പറഞ്ഞാൽ വയ്ക്കാം. ഇനി കോർപ്പറേഷൻ വയ്ക്കുന്നില്ലെങ്കിൽ ആർക്ക് വേണേൽ വയ്ക്കാം. കാരണം അത് ഔദ്യോഗികമായി രേഖകളിലുള്ളതാണ്. നമ്മൾ ആവശ്യപ്പെടുന്നതിന് ഓൾറെഡി അത് അംഗീകരിക്കപ്പെട്ടതാണല്ലോ. ബോർഡ് വയ്ക്കണമെന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ബോർഡ് വയ്ക്കാം. ബോർഡ് വയ്ക്കണമെന്ന് അവരെ പറയാൻ പോകണമെന്നില്ല. അവിടുത്തെ കടകളിലൊക്കെ ആ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ചില കടകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാം. കോർപ്പറേഷനിൽ പോയി 92-93 സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫു, ഈ RSS കാര്യാലയം ഒക്കെ ഇരിക്കുന്ന ആ റോഡാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. അവിടെയാണോ? പക്ഷേ ആ റോഡിന് അങ്ങനെ ഒരു പേരൊന്നും കണ്ടിട്ടില്ല. എന്താണ് ഇദ്ദേഹം പറയുന്ന ചരിത്രം? ആ റോഡ് ഈ റോഡ് തന്നെയാണ്. ധന്യ, നമ്മളിപ്പോൾ കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിലേക്കുള്ള ഈ റോഡ്, SP ഫോർട്ട് ആശുപത്രി, SP ഫോർട്ടിൻ്റെ സ്കൂള്, ഫോർട്ട് സ്കൂള് എല്ലാം നിലനിൽക്കുന്ന ഈ റോഡാണ് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നറിയപ്പെടുന്ന M.S. കുമാർ പറഞ്ഞ ആ റോഡ്. നമ്മൾ CPM നേതാക്കളോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തതിന് ശേഷം ഇന്നലെ തന്നെ CPMൻ്റെ ചില നേതാക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് വസ്തുതയാണ് എന്നാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴും അറിയാൻ കഴിയുന്നത്. 1988 മുതൽ 93 വരെയുള്ള കോർപ്പറേഷൻ്റെ ഭരണം, അന്ന് കോർപ്പറേഷനിൽ 50 കൗൺസിലർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 100 കൗൺസിലർമാരുണ്ട്. അന്ന് കോർപ്പറേഷൻ്റെ പരിധി 50 കൗൺസിലർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. CPM തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ആദ്യം ഒരു പ്രമേയം വരുന്നു, CPM അതിനെ എതിർക്കുന്നു. പിന്നീട് 92 കാലയളവിൽ ഒരു പ്രമേയം M.S. കുമാർ, അദ്ദേഹം BJPയുടെ നേതാവാണ്, അന്ന് 5 കൗൺസിലർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം വീണ്ടും ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം അന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അംഗങ്ങൾ, അതായത് കോൺഗ്രസിൻ്റെ എത്ര അംഗങ്ങളാണെന്ന് കൃത്യമായി അദ്ദേഹം ഓർത്തെടുക്കുന്നില്ല. അതേസമയം തന്നെ ലീഗിൻ്റെ 2 പേരുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ CPMൻ്റെ ചില അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവർ അന്ന് ഈ കൂറുമാറ്റ നിരോധന നിയമമൊന്നും നിലവിലുള്ള സമയമല്ല. അതുകൊണ്ട് CPMൻ്റെ ചില അംഗങ്ങളുടെ പിന്തുണ കൂടി അന്ന് കിട്ടിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഈ റോഡിന്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്ന് പേര് വരുന്നത്. ആ റോഡിന് ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് അത് അങ്ങനൊരു ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഡിൻ്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ആ ബോർഡ് എടുത്ത് കളയുകയും ചെയ്തു. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ചില കടകളിൽ അങ്ങനെ പേരുണ്ട്. നമ്മൾ ഈ പ്രദേശം മൊത്തം തിരക്കി, പക്ഷേ ഒരു കടയിലും ഒരു ബോർഡിലും അങ്ങനെ ഒരു പേര് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഔദ്യോഗികമായി റോഡിൻ്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ വലിയ വിവാദമായി വരുന്നു. പാലക്കാട് അത് വിവാദമായി വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്നതാണ്. അങ്ങനെ CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ അങ്ങനെ ഒരു റോഡുണ്ടെങ്കിൽ CPM എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം
ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം CPM-ന്റെ ഭരണസമിതിയാണ് നൽകേണ്ടത്. ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഇട്ടിരുന്ന ഡൽഹിയിലെ പല പേരുകളും BJP സർക്കാർ, സംഘപരിവാർ സർക്കാർ വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം വെച്ചിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്നുള്ള ഈ റോഡിന്റെ പേര് അവർക്ക് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ മാറ്റാം. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ചരിത്രത്തിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യമല്ലല്ലോ. അന്ന് ഈ കോലിബി സഖ്യമുണ്ട്. അപ്പം CPM-ന് തന്നെ പലതവണ വോട്ട് മാറി കുത്തിയൊക്കെ പണി കിട്ടിയ കുറേ ചരിത്രമൊക്കെ ഉണ്ട് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ആ സഖ്യം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നതാണോ, പിന്നെ ആരാണിത് ഒഴിവാക്കിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടോ? അത് പൂർണ്ണതോതിൽ ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ധന്യ. കാരണം കോർപ്പറേഷൻ്റെ ഔദ്യോഗിക രേഖകളിൽ ഇപ്പോഴും ആ പേര് തന്നെയാണുള്ളത്. കാരണം കോർപ്പറേഷൻ പ്രമേയം പാസ്സാക്കി ഈ റോഡിൻ്റെ പേര് ഔദ്യോഗികമായി അങ്ങനെ ആക്കി മാറ്റിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ പേര് പറയുന്നത്, ഇപ്പോൾ ധന്യ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുള്ളതാണ്, അറിയായിരിക്കും. ഇപ്പോൾ ഈ റോഡിൻ്റെ പേര് ഫോർട്ട് റോഡ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഹെഡ്ഗേവാർ റോഡെന്നൊന്നും ആരും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ബോർഡും ഇല്ലതാനും. പക്ഷേ പേര് വേണമെങ്കിൽ ഔദ്യോഗിക സ്വഭാവത്തിൽ ആ പേര് കോർപ്പറേഷൻ്റെ രേഖകളിൽ കിടക്കുന്നതുകൊണ്ട് CPM ഭരിക്കുന്ന കോർപ്പറേഷനിൽ വേണമെങ്കിൽ അവർക്ക് ആ പേര് മാറ്റാം. പേര് മാറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം കേന്ദ്ര സർക്കാർ എത്രയോ പേരുകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ രാഷ്ട്രീയമായി തീരുമാനം എടുക്കുകയാണെങ്കിൽ മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും പാലക്കാട് മാത്രമല്ല, തിരുവനന്തപുരത്തും ഉണ്ട് ഇങ്ങനൊരു പാലക്കാട് ഒരു കെട്ടിടമാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് റോഡാണ് എന്നുള്ളതേ ഉള്ളൂ. ധന്യ. ശരി.